ഹലോ നമസ്കാരം. നമ്മുടെ മഴതോര് മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ നാട്ടിലെത്തുന്നുണ്ട്. വൈജയെ കാണാനായിട്ട് നാട്ടിലെത്തുകയാണ്. ഗംഗേട്ടൻ നേരെ ഹോസ്പിറ്റലിലേക്കാട്ടോ ചെല്ലുന്നത്. ഗംഗേട്ടനും മാലതിയേട്ടത്തിയും കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ബാലചന്ദ്രനെയും അതുപോലെ രാജീവിനെയും ശിവേട്ടനെയും ഒക്കെ അവിടെ കാണുന്നുണ്ട്. രാജീവിനോടും ശിവേട്ടനോടൊക്കെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സംസാരിക്കുന്നത്. പക്ഷെ അതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഗംഗേട്ടൻ നിയന്ത്രണം കൺട്രോൾ ചെയ്ത് നിൽക്കുക കേട്ടോ. അതായത് നിയന്ത്രണം വിട്ട് പെരുമാറാതെ നിൽക്കുകയാണ്. കാരണം ഭയങ്കര ദേഷ്യമുണ്ട് രാജീവിനോടും ശിവേട്ടനോടും. കാരണം അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മനു എല്ലാ കാര്യങ്ങളും ഗംഗേട്ടനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മനുവിനും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് ഗംഗേട്ടനും അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ മനുവിൻ്റെ അടുത്ത് നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഗംഗാധരൻ മേനോൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നേരെ രാജീവിൻ്റെ ശിവേട്ടൻ്റെ മുന്നിലെത്തിയിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കും. ശിവേട്ട പറയുന്നുണ്ട്, അത് ഗംഗേട്ട ഇവിടെ നടക്കുന്നതൊന്നും ഗംഗേട്ടൻ അറിഞ്ഞില്ലല്ലോ. ഇവിടെ എന്ത് നടക്കാനോ എന്ത് നടന്നാലും നിങ്ങൾ എന്തിനാണ് ബാലചന്ദ്രൻ്റെ വീട്ടിൽ പോയിട്ട് ഗുണ്ടായിസം കാണിക്കുന്നത്? അതിന് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അത് അയാളുടെ വീടാണ്. ആ വീട്ടിൽ ആരെ താമസിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അയാൾക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ട് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ വൈജയുടെ ഭർത്താവല്ലേ ബാലചന്ദ്രൻ. അപ്പോൾ വൈജയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മളല്ലേ സഹായത്തിന് വേണ്ടത്. ഗംഗേട്ടൻ വന്നിട്ട് ഇവിടെ ആകെ വൈജയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ പോയത്. അതും ഗംഗേട്ടൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മക്കളുടെ മുന്നിൽ വെച്ച് പറയും കൂടി ചെയ്തില്ലേ? വൈജയുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങൾ വരെ, പഴയ കാര്യങ്ങൾ വരെ എടുത്തിട്ടില്ലേ എന്നൊക്കെ രാജീവൻ ചോദിക്കുമ്പോൾ അതിനൊക്കെ കാരണമുണ്ട്. അല്ലാതെ ചുമ്മാതല്ല ഞാൻ വൈജയെ എതിർക്കുന്നത്, ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാരണമാണെങ്കിലും അയാൾ ചെയ്തതും അമ്മാതിരി തമ്മാടിത്തരം തന്നെയല്ലേ? വിവാഹത്തിന് മുൻപ് ഗൾഫിൽ പോയിട്ട് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ കറങ്ങി എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറയാട്ടോ. അപ്പോൾ ഗംഗേട്ടൻ, നീ വായടച്ചിരിക്കും, ഇത് ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചേനെ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് രാജീവനോട് ഗംഗാധരൻ. അന്നേരം പിന്നെ രാജീവൻ മിണ്ടാതിരിക്കണം. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല ഗംഗേട്ട കാര്യങ്ങൾ, ഇവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ വൈജ വിളിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ കരച്ചിലായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കാനായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ സോൾവ് ആക്കിയല്ലോ, ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ, വൈജയെ ഈ അവസ്ഥയിൽ എത്തിച്ചില്ലേ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്ന് ഗംഗേട്ടൻ വീണ്ടും പറയുമ്പോൾ, ഞങ്ങളാണോ ഗംഗേട്ട എത്തിച്ചത്? ബാലചന്ദ്രനല്ലേ? ബാലചന്ദ്രനും അയാളുടെ അവിഹിത സന്തതിയല്ലേ ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ, ഒരു അവിഹിത സന്തതി, എന്നെക്കൊണ്ട് ഇപ്പോൾ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ ആദ്യം വൈജയും ബാലചന്ദ്രനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ കാണാനായിട്ട് പോവുകയാണ് നമ്മുടെ ഗംഗാധരൻ. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തതും ആ ഗംഗേട്ട ഇപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. അവിടെ ഗംഗേട്ടൻ്റെ അനുജന്മാരെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കണ്ടു. അവർ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അവർക്കുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ബാലേന്ദ്ര. നീ അതൊക്കെ വിട്ടുകള. നിനക്ക് ഒന്ന് മനസ്സ് തണുപ്പിക്കും, എന്നിട്ട് ഒന്ന് ഇരുന്ന് ആലോചിക്കുക എന്താണ് വേണ്ടതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല ഗംഗേട്ട. എൻ്റെ ജീവിതം, എൻ്റെ മനസ്സൊക്കെ മരിച്ചുപോയി, എൻ്റെ മനസ്സൊക്കെ മരവിച്ചു പോയി. ഇനി എനിക്ക് അവിടെ ഇങ്ങനെ പുതിയ ചിന്തകളൊന്നും വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. ഇനി എങ്ങനെയാണോ മുന്നോട്ട് പോണത് അതിനനുസരിച്ച് പോവാനാണ് എൻ്റെ തീരുമാനം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങേട്ടൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ വൈജയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മനു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മനു ആണ് കാര്യങ്ങളൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട്, മനു നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പിള്ളേർ തനിച്ചല്ലേ ഉള്ളൂ, അലീനയും കൃഷ്ണമോളും തനിച്ചല്ലേ ഉള്ളൂ, നീ ഒരു കാര്യം ചെയ്യേ, വല്യമ്മയും കൂട്ടിയിട്ട് കടപ്പാട്ടൂരിലേക്ക് ഒന്ന് പോ, അവിടെ വല്യമ്മയൊന്ന് അവിടെ കൊണ്ടാക്കിയേക്ക്, ഞാൻ അങ്ങോട്ടേക്ക് പിന്നീട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് വേണോ ഗംഗേട്ട? അവിടെ ഒരു 2 പേര് വന്നായിരുന്നു, അത് വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഗംഗേട്ടൻ അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ മാലതി പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, മാലതി അവിടെ നിന്നോളൂ, മാലതി അവരെ നോക്കിക്കോളൂ, ഇനിയിപ്പോൾ എപ്പോഴും നമുക്ക് വീട്ടിലേക്ക് ഓടി ചെല്ലാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ മാലതി അവിടെ ഉണ്ടാവുന്നത് നല്ലതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു
മാലതിയെ കൊണ്ടിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവാട്ടോ. അതേസമയം ഗംഗാധരന് ഇങ്ങനെ വൈജയെ കാണണമെന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് ഡോക്ടറോട് അനുവാദം വാങ്ങിയിട്ട് വൈജയെ കാണാനായിട്ട് കയറുന്നുണ്ട് ഗംഗാധരൻ. വൈജയുടെ അവസ്ഥ കണ്ടിട്ട് ആകെ സങ്കടപ്പെട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തിറങ്ങുന്ന സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ ഒന്നും ഡിസ്ചാർജ് പറഞ്ഞിട്ടില്ല ഗംഗേട്ട, പക്ഷേ ഉടനെ ഉണ്ടാകും, കുറച്ചുകൂടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, കാരണം നല്ല മുറിവുകളുണ്ട്, ഈ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ശിവേട്ടനും രാജീവനും വന്നാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവരോട് കാര്യമായിട്ട് തന്നെ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഗംഗേട്ടൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. എന്നിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രനോട്, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, എനിക്ക് അമ്മയെ ഒന്ന് കാണണം, ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഗംഗാധരൻ പോകുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോവാണ്, കൊല്ലപ്പള്ളിയിലേക്ക് പോവാൻ. അതേസമയം മനുവും മാലതിയും കൂടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം മാലതിക്ക് അലീനയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാരണം അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അലീനയോടും കൃഷ്ണയോടൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ബബിതയും രോഹിതൊക്കെ ഇവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, 2 ദിവസത്തിനൊക്കെ അവർ 2 പേരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോളും. എൻ്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോയേക്കുന്നത്, എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ മറ്റുള്ളവർക്ക്. അതുകൊണ്ട് വല്യമ്മക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവമൊക്കെ എന്ന് പറയുമ്പോൾ അറിയാം, ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാണ് മാലതി. അങ്ങനെ അലീന അവർക്കൊക്കെ കുടിക്കാനുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അലീനയോട് മാലതി ഭയങ്കര സോഫ്റ്റായിട്ട്, എന്നാലും മോളെ നീ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ നിൽക്കുന്നത്, അവരിങ്ങനെ പറയുമ്പോൾ നീ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയണേ, ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എൻ്റെ കൂടെ താമസിക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവർ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അലീനയ്ക്കും മനസ്സിലാവുകയാണ്. അതൊന്നും വേണ്ട, അച്ഛൻ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് ഗംഗേട്ടൻ കൊല്ലപ്പള്ളി വീട്ടിലെത്തിയിട്ട് ശിവേട്ടനോടും രാജീവിനോടും സംസാരിക്കുന്നതാണ്. ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ കമലയുണ്ട് ആ സമയത്ത് അവിടെ. അപ്പോൾ അത് കാരണം കൂടുതലൊന്നും ഗംഗേട്ടനെ തുറന്ന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഗുണ്ടായിസൊക്കെ അവിടെ പോയി കാണിച്ചത്, അയാളെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതം എന്തായി തീരും എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയുടെ ജീവിതം കയ്യിൽ നിന്ന് പോയില്ലേ ശിവേട്ട, ഗംഗേട്ട, പിന്നെ ഇനി ഞങ്ങൾ എന്ത് നോക്കാനാണ്, വൈജ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ടല്ലേ നമ്മൾ നിൽക്കേണ്ടത്, പിന്നെ ഗംഗേട്ടൻ എന്തിനാണ് ബാലചന്ദ്രന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ശിവേട്ടനോട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇതൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പെരുമാറുന്നത്, നിങ്ങൾ കരുതിയതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ, ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയണം. ആ സമയത്ത് കമല അവിടെ ഉണ്ടല്ലോ, അപ്പോൾ കമലയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, കമലയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യങ്ങൾ ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്, അതെന്ത് കാര്യങ്ങളാണെന്ന് ചോദിക്കുമ്പോൾ അവർ 3 പേരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം നമ്മുടെ വൈജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കമലയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ പറയാം, കമല പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കമലയെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ശിവേട്ടനോടും രാജീവിനോടും സംസാരിക്കുകയാണ് ഗംഗേട്ടൻ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ശബ്ദം താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ അവിടെ പോയി ഒച്ചയുണ്ടാക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല, ഇവിടെ ബാലചന്ദ്രനല്ല തെറ്റുകാരി, വൈജയാണ് തെറ്റുകാരി എന്ന് പറയുമ്പോൾ വൈജ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഗംഗേട്ടൻ പറയുന്നത്. വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാത്തതുപോലെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഗംഗേട്ടൻ. അതൊക്കെ അറിയാം, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും പ്രശ്നമാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം, ആ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാട്ടോ. അത് ഞങ്ങൾക്കും തോന്നി, കുറേ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്, ഇടയ്ക്കിടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്, പിന്നീട് ഞാനത് എടുത്ത് ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് വെറുതെ നമ്മളെന്തിനാണ് മലർന്ന് കിടന്ന് തുപ്പുന്നത് എന്ന് ഓർത്തിട്ട് പറയാഞ്ഞതാണ് എന്ന് ശിവേട്ടൻ പറയുമ്പോൾ അതാണ് സത്യം. ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈജയന്തി വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്നും ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയെന്നും അത് മറച്ചു വെച്ചിട്ടാണ് ബാലചന്ദ്രനെ വിവാഹം കഴിച്ചത് എന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അയാൾക്ക് അറ്റാക്ക് വരെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശിവേട്ടനോടും രാജീവിനോടും പറയണേ. അപ്പോൾ ആ സമയത്ത് രാജീവൻ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അയാൾ മാത്രം മോശമൊന്നുമില്ലല്ലോ, അയാളും ഗൾഫിൽ പോയിട്ട് കണ്ടവളുമാരുടെ കൂടെയൊക്കെ കറങ്ങി നടന്ന ഒരു കൊച്ചിനെ ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ രാജീവനോടുള്ള ദേഷ്യവും അതുപോലെ രാജീവൻ അവിടെ പോയിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട്
ഗംഗേട്ടൻ ഒരൊറ്റ തല്ല് കൊടുക്കുന്നുണ്ടോ രാജീവിനോട്. നീയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയത്. കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ അന്വേഷിക്കാതെ ഈ പ്രശ്നത്തിൽ ഇടപെടരുതായിരുന്നു. നിന്നോട് മനു കുറേ തവണ പറഞ്ഞതല്ലേ ഇതിൽ ഇടപെടണ്ടെന്ന്. നീ അതൊന്നും കേട്ടില്ല. നിന്റെ തന്നിഷ്ടം നീ അവിടെ നിന്റെ ആ ഗുണ്ടായസം, നിന്റെ പണ്ടത്തെ ആ ഗുണ്ടായസ സ്വഭാവം നീ ഇവിടെ വീണ്ടും കാണിച്ചു. അതാണ് ഈ പ്രശ്നം ഇത്രയും വഷളാവാൻ കാരണം എന്ന് പറയാണ് ഗംഗേട്ടൻ. ഗംഗേട്ടൻ ഇത് എന്തിനാണ് അവനെ തല്ലുന്നത്? അവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ശിവേട്ടൻ ചോദിക്കുക കേട്ടോ. എന്ത് തെറ്റ് ചെയ്തു എന്നോ? ഇവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് രാജീവ് വന്നതിന് ശേഷമല്ലേ? നിങ്ങളിതൊക്കെ എന്തറിഞ്ഞിട്ടാണ്? ബാലചന്ദ്രന് വിവാഹത്തിന് മുൻപ് ഒരു പരസ്ത്രീ ബന്ധം ഉണ്ടായിട്ടുമില്ല, അതിൽ അയാൾക്കൊരു മകള് ജനിച്ചിട്ടുമില്ല. പിന്നെ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഗൾഫിൽ വെച്ചിട്ട് ഏതോ ഒരു മെറീന ബെർണാഡ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിതം ഉണ്ടായി, അതിൽ ജനിച്ച മകളാണ് അലീന എന്നൊക്കെ. അതൊക്കെ വെറും കള്ളമാണ്. അയാൾ വെറുതെ അലീനയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ പച്ച കള്ളമാണ് അതൊക്കെ എന്ന് പറയാണ്. പിന്നെ അലീനയെ എന്തിനാണ് അയാൾ അവിടെ പിടിച്ചു നിർത്തുന്നത്? അയാൾ മകളെപ്പോലെ കാണുന്നു, ദത്തെടുത്തു, ഇപ്പോൾ സ്വന്തം മകളാണെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ലാന്നാണോ ഗംഗേട്ടൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ ശിവ, അതല്ല സത്യം. അലീന ബാലചന്ദ്രൻ്റെ മകളല്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കമല അങ്ങോട്ടേക്ക് കുടിക്കാനുള്ളതൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ സംസാരം നിർത്തുന്നുണ്ട്. അപ്പോൾ കമലയ്ക്ക് മനസ്സിലാവാണ് ഞാൻ വന്നപ്പോൾ സംസാരം നിർത്തിയതാണെന്നുള്ളത്. അപ്പോൾ കമല ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താണ് ഞാൻ കേൾക്കാൻ പാടില്ലാത്തൊരു രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ രഹസ്യമൊന്നുമില്ല കമലെ, കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരെയും അത് അറിയിക്കണമെന്നൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിലൊരു കാര്യം ഇരിക്കത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഗംഗേട്ടൻ. എന്നിട്ട് ഗംഗേട്ടൻ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാട്ടോ. മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ വൈജയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, ഭേദമായി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഭേദമായി വരുന്നുണ്ട്, രക്ഷപ്പെടും എന്താണെങ്കിലും, പക്ഷേ കുറച്ച് നാൾ കിടക്കേണ്ടി വരും എന്ന് പറയണം. എന്നാലും എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ. ആ ബാലചന്ദ്രൻ എന്ത് ദുഷ്ടനാണ്, അയാൾ കാരണമല്ലോ എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്നത്. ആ അലീന നല്ലതാണെന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ അവൾ കൂടി കാരണമല്ലോ, അവൾക്ക് അവിടെ നിന്ന് പോയാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ അമ്മ തന്നെയാണോ ഈ പറയുന്നത്? ഈ അമ്മ ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനും ഇരിക്കാനൊക്കെ കാരണക്കാരി ആ അലീനയല്ലേ? എന്നിട്ട് ആ അലീനയെക്കുറിച്ച് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും തൻ കുഞ്ഞ് പൊൻകുഞ്ഞല്ലേ മോനെ, എനിക്ക് എൻ്റെ വൈജയല്ലേ വലുത്, അവൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് മറ്റാരും എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണ്. പക്ഷേ തൻകുഞ്ഞ് ആണെന്നറിയാതെ പലരും പലതും ഇവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. അപ്പോഴോ ഇതൊക്കെ അറിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയണം. നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടമ്മേ, പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് എന്ന് പറയാട്ടോ. എന്താണെങ്കിലും കാര്യം പറ, എന്താണെങ്കിലും എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ? നീ എങ്ങും തൊടാതെ ഇങ്ങനെ ഓരോന്ന്, നീ അന്ന് വന്നിട്ടാണെങ്കിലും ഇങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിച്ചിട്ട് പോയി, എങ്ങും തൊടാതെ ഓരോന്ന് പറഞ്ഞു വെക്കാതെ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പറയാണ് മുത്തശ്ശി. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഒരു അവിഹിതത്തിൽ പിറന്ന മകളാണ് അലീന എന്നല്ലേ ഇവിടെ ഇപ്പം എല്ലാവരും പറയുന്നത്. ഇങ്ങനൊരു നീചൻ്റെ കൂടെയാണല്ലോ നമ്മുടെ വൈജ ജീവിച്ചത് എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, വൈജയുടെ ഭൂതകാലം അത്ര നല്ലതാണോ അമ്മേ? വൈജ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈജ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയണം. എന്നാൽ അമ്മ ഒരു കാര്യം കേട്ടോ, ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അലീന ബാലചന്ദ്രൻ്റെ മകളല്ല എന്നുകൂടി പറയണം. ആ സമയത്താണ് ശിവേട്ടനും രാജീവും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ്റെ മകളല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അലീനയെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അലീനയ്ക്ക് ഈ കുടുംബവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ബാലചന്ദ്രൻ്റെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അലീനയ്ക്ക് കൈതക്കൽ മാളിക വീടുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് വെറും ബന്ധമല്ല, രക്തബന്ധമാണ് എന്ന് പറയണേ. അതെന്താ നീ പറഞ്ഞു വന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അലീന ബാലചന്ദ്രൻ്റെ അല്ലമ്മേ, വൈജയുടെ മകളാണ് എന്ന് പറയണം. വൈജ അന്ന് പ്രസവിച്ച് ഓർഫനേജിൽ കൊണ്ടുപോയി കളഞ്ഞ ആ മകളാണ് അലീന എന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് മുത്തശ്ശിയും രാജീവും ശിവനൊക്കെ കേട്ടോ. അപ്പോൾ ആകെ ഒരു ഷോക്കിലാണ് അവർ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അലീനയെ ബാലചന്ദ്രൻ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അലീനയോടുള്ള സ്നേഹം കൊണ്ടാണ്, അലീനയെ ഒരു മകളായിട്ട് അയാൾ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ അയാളുടെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കല്ലേ വേണ്ടത് അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ കേട്ട കാര്യത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ കേട്ട ഒരു ഷോക്കിലിങ്ങനെ മരവിച്ചിരിക്കുകയാണ് നമ്മുടെ രാജീവും ശിവേട്ടനും മുത്തശ്ശിയും.